എന്റെ പുറകിൽ ആരുണ്ട്? അറിയില്ല. കുറച്ച് വെള്ളം. എനിക്കെന്താ വയ്യാഴിക പോലെ തോന്നുന്നു. ഹലോ, കൂടല്ലൂർ പോലീസ് സ്റ്റേഷൻ. എവിടെ? എപ്പോ? മേഡം, DGP ലൈനിലുണ്ട്. ഹലോ, എന്ത് പാടോ ഇതൊക്കെ? 1ഉം 2ഉം അല്ല, 4 കൊലയാണ് ആ നാട്ടിൽ സംഭവിച്ചിരിക്കുന്നത്. ഇത്രയും കൊലപാതകങ്ങൾ ആ നാട്ടിൽ സംഭവിച്ചിട്ടും പ്രതിയെ കണ്ടെത്താനോ ഒരു തുമ്പ് കണ്ടെത്താനോ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. എനിക്കൊന്നും കേൾക്കണ്ട. വിത്തിൻ 48 hours റിപ്പോർട്ട് എന്റെ ടേബിളിൽ കിട്ടിയിരിക്കണം. അയടാ ജോണേ, കൂടല്ലൂർ കൊലപാതകവുമായി ബന്ധപ്പെട്ട് മിനിസ്റ്ററുടെ ഭാഗത്തു നിന്ന് നല്ല പ്രഷറാണ്. ഈ കേസ് നീ തന്നെ അന്വേഷിക്കണം. എത്രയും പെട്ടെന്ന് ഇതിന്റെ റിപ്പോർട്ട് ഇവിടെ എത്തണം. ഓക്കെ? കൂടല്ലൂർ 10 കുടുംബങ്ങൾ അടങ്ങുന്ന ഒരു ചെറിയ ഗ്രാമം. 2 വർഷത്തെ 4 കൊലപാതകങ്ങൾ. ഒന്നിനും തെളിവോ സാക്ഷികളോ ഒന്നും തന്നെ ഇല്ല.
ഇന്ത്യൻ പാറ്റേൺ ഒരേ രീതിയിൽ. കൂടല്ലൂർ നിവാസികൾ ആരൊക്കെയാണെന്ന് അറിയുന്നു. അവരുടെ ഡീറ്റെയിൽസ് അറിയും. രതീഷും ഭാര്യ ഇന്ദുവും. അവിടുത്തെ തന്നെ വാർഡ് മെമ്പറായ റീച്ചൽ. വിദേശത്ത് സെറ്റിലായിരിക്കുന്ന സ്മിത. സ്വകാര്യ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സുനന്ദയും മകളും. വീട്ടമ്മയായ വനജ ആതിര. നർത്തകിയും ഡാൻസ് ടീച്ചറുമായ ഹരിത. കോൺട്രാക്ടർ വിശ്വൻ. പ്രൈവറ്റ് ബാങ്കിൽ ജോലി ചെയ്യുന്ന രഞ്ജിത. ഇലക്ട്രീഷ്യനായ ഗോപി. ഡോക്ടറായ അഞ്ജന. ആരൊക്കെയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്? കൂലിപ്പണിക്കാരനായിരുന്ന രതീഷ്. പട്ടാളക്കാരന്റെ ഭാര്യയായിരുന്ന ആദില. പ്രൈവറ്റ് കമ്പനി ജോലി ചെയ്തിരുന്ന സുനന്ദയും മകളും. കൊല നടന്ന ദിവസങ്ങളിൽ വെളിയിൽ നിന്ന് ആരും തന്നെ ഈ ഗ്രാമത്തിലേക്ക് കയറിയിട്ടില്ല. CCTV നിന്ന് അത് വ്യക്തം. ഫോറൻസിക് റിപ്പോർട്ടിലും ഒന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല. ആരാണ് കൊലയാളി? എന്താണ് മോട്ടീവ്? മരിച്ചവരുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ചെറിയ ചെറിയ മുറിവുകൾ കാണപ്പെടുന്നുണ്ട്. ബ്ലേഡ് പോലുള്ള എന്തോ ഉപകരണം വെച്ചുണ്ടായതായിരിക്കണം. അങ്ങനെയുള്ളൊരു വെപ്പൺ അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. സംഭവം നടന്ന സ്ഥലത്തുനിന്ന് ക്യാഷോ ആഭരണങ്ങളോ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോ മോഷണമല്ല ഉദ്ദേശം. ഇവിടുന്ന് കൂടല്ലൂരേക്ക് ഏകദേശം എത്ര ദൂരം ഉണ്ടാവും? ഏകദേശം ഒരു 30-35 കിലോമീറ്റർ കാണും. ഈ എല്ലാ ദിവസവും 5:30 മുമ്പ് വീട്ടിൽ വരുന്ന രതീഷ് അന്ന് എന്തുകൊണ്ട് താമസിച്ചെത്തി? അന്ന് താമസിച്ചെത്തോളം വല്ലതും രതീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു? നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയും പേടിയുള്ളൊരു വ്യക്തി അന്ന് ലേറ്റ് ആയിട്ടേ എത്തുള്ളൂ എന്നറിഞ്ഞിട്ടും കയ്യിലൊരു ടോർച്ചോ ഫോണോ ഒന്നും കരുതാൻ ഞാൻ എന്തുകൊണ്ട്? അത് രതീഷ് മരണപ്പെട്ട സമയത്ത് ഇന്ദു എവിടെ ആയിരുന്നു? അത് അന്ന് ഞാൻ അഞ്ജന ഡോക്ടറെ വിളിക്കാൻ പോയിരുന്നു. രതീഷിന്റെ മരണം സംഭവിക്കുന്നത് 12:15. ഇന്ദു അന്ന് മൊഴി കൊടുത്തിരിക്കുന്നത് 11:30 ശേഷം അഞ്ജനയെ വിളിക്കാൻ പോയിരുന്നു. 3/4 മണിക്കൂർ വേണോ അഞ്ജനയുടെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരാൻ? ഈ ഇന്ദു പറഞ്ഞ സമയവും രതീഷ് മരണപ്പെട്ട സമയം തമ്മിൽ ഒരു പൊരുത്തക്കേടുണ്ടല്ലോ. അന്ന് ഞാൻ അഞ്ജനെ വിളിക്കാൻ പോയിരുന്നു. പക്ഷെ എത്ര വിളിച്ചിട്ടും അഞ്ജന വാതിൽ തുറന്നില്ല. മൊബൈൽ എടുക്കാൻ തിരികെ വീട്ടിൽ വന്നപ്പോഴാണ് ചേട്ടൻ മരിച്ചു കിടക്കുന്നത് ഞാൻ കാണുന്നത്. സംഭവം നടന്നന്ന് ഇന്ദു അഞ്ജനെ വിളിക്കാൻ വന്നായിരുന്നു. ഇന്ദുവിന്റെ മൊഴിയില് സംഭവം നടന്നന്ന് ഇന്ദു അഞ്ജനെ കാണാൻ വന്നു എന്നാണ് പറഞ്ഞത്. ഇല്ല, അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ. ഈ രതീഷ് കൊല്ലപ്പെട്ടത് അഞ്ജന അറിഞ്ഞത് എപ്പോഴാണ്? രഞ്ജിത്ത് ഫോൺ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ സംഭവം അറിയുന്നത്. ഈ മരണപ്പെട്ടവരോട് ഇവിടെ അടുത്ത് ആർക്കെങ്കിലും വൈരാഗ്യം ഉള്ളതായിട്ട് അങ്ങനെ എന്തെങ്കിലും അറിയാമോ? അങ്ങനെ ആർക്കും വൈരാഗ്യമൊന്നുമില്ല. പക്ഷെ രതീഷ് മരണപ്പെടുന്നതിന് മുമ്പ് വിശ്വമായിട്ടൊരു വഴക്കുണ്ടായിട്ടുണ്ട്.